നമസ്കാരം. ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കൊക്കെ തന്നെ ഇറാൻ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ കാര്യത്തിലും ഒരു അനിശ്ചിതാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ പല പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ കലാകാരന്മാരും മറ്റ് പല പ്രമുഖ വ്യക്തികളുമൊക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ അവസ്ഥ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വൈറലായി മാറുന്നത് ഈ 169ഓളം ഇന്ത്യക്കാരെ, അതായത് UAE കുടുങ്ങിപ്പോയ 169ഓളം ഇന്ത്യക്കാരെ വളരെ സുരക്ഷിതയായി തിരികെ ഇന്ത്യയിലെത്തിച്ച വിമാനത്തിൻ്റെ പൈലറ്റായ 23-കാരിയെക്കുറിച്ചാണ്. ദീപിക അധാന എന്നാണ് ഈ 23-കാരിയായ പൈലറ്റിൻ്റെ പേര്. ഈ മാസം 6-ാം തീയതിയാണ് രാവിലെ അടിയന്തരമായി UAE വിമാനം പൈലറ്റ് ചെയ്യാൻ എത്തണം എന്നുള്ള സന്ദേശം ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയിലെ പൈലറ്റാണ് ഈ യുവതി. ദീപികയുടെ ഒരു സഹപ്രവർത്തകയാണ് ഈ വിമാനം പറത്തേണ്ടിയിരുന്നത്. പക്ഷേ അവർക്കെന്തോ അസൗകര്യം സംഭവിച്ച സാഹചര്യത്തിലാണ് അടിയന്തരമായി ദീപികയെ വിമാനത്താവളത്തിലേക്ക് വിളിപ്പിച്ചത്. ഏതായാലും വളരെ കുറഞ്ഞ കാലം മാത്രം പ്രവൃത്തി പരിചയമുള്ള വളരെ ജൂനിയറായ ഈ പൈലറ്റ് രണ്ടും കൽപ്പിച്ച് വളരെ ധൈര്യത്തോടു കൂടി ആ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് ദീപിക തൻ്റെ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്. അമ്മയെ, ഞാൻ ഒരുപക്ഷെ തിരികെ മടങ്ങി വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ബൈ ബൈ എന്നാണ് പറഞ്ഞത്. ഗുഡ് ബൈ പറഞ്ഞ് അമ്മയോട്. അത് എല്ലാ പൈലറ്റുമാരും പലപ്പോഴും നേരിടുന്നൊരു പ്രതിസന്ധിയാണ്. ആകാശത്തൂടെയാണ് സഞ്ചരിക്കുന്നത്, അപകടം ഏത് നിമിഷവും ഉണ്ടാകാം. പക്ഷേ ഇത് അങ്ങനെയല്ല. യുദ്ധം നിലനിൽക്കുന്ന ഒരു രാജ്യം നിരന്തരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE തന്നെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് എത്തി അവിടെയുള്ള യാത്രക്കാരെയും കൊണ്ട് തിരികെ ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ദീപിക ഏറ്റെടുക്കേണ്ടി വന്നത്. ഏതായാലും കൃത്യസമയത്ത് തന്നെ വിമാനം പുറപ്പെട്ടു. UAE തന്നെ റാസൽ ഖൈമയിലെ വിമാനത്താവളത്തിലാണ് ഈ വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. അവിടെ വിമാനം ഇറക്കി അവിടെ ഉണ്ടായിരുന്ന 169 ഇന്ത്യക്കാരെ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് വിമാനം പറന്നുയരുകയാണ്. വിമാനം പറന്നുയരുമ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു പ്രശ്നമുണ്ടാകുന്നത്. വിമാനത്തിന് പെട്ടെന്ന് തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു. അത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ധൈര്യത്തോടുകൂടി തന്നെയാണ് ദീപികയും സഹപ്രവർത്തകരും ഈ ഒരു ഘട്ടത്തെ നേരിട്ടത്. വളരെ പെട്ടെന്ന് വീണ്ടും എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. വിമാനം കൃത്യമായി ഡൽഹിയിൽ എത്തുകയും ചെയ്തു. ഈ വിമാനയാത്രയിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ മുഴുവൻ പേരും വനിതകളായിരുന്നു എന്നുള്ളതാണ്. ദീപിക അധാനയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മുത്തച്ഛൻ്റെ ആഗ്രഹമായിരുന്നു പേരക്കുട്ടിയെ ഒരു പൈലറ്റ് ആക്കണമെന്നാണ് ഇപ്പോൾ ദീപിക പറയുന്നത്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ മകളുടെ ഈ പൈലറ്റ് ആവാനുള്ള ആഗ്രഹത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം പൈലറ്റ് ആവാൻ വേണ്ടി അവർ പരിശീലനം നടത്തിയത്. ഇന്ത്യ കൂടാതെ അവർ വിദേശ രാജ്യങ്ങളിലെത്തി അവിടെ എയർബസ് A320 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പറപ്പിക്കുന്നതിൽ വിദഗ്ധ പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ദീപിക പറയുന്നത് തനിക്കിതൊരു വലിയൊരു അനുഭവമാണ് എന്നാണ്. 169 യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. 23 വയസ്സുള്ള ഒരു യുവതിയാണ് ഇത്രയും ധൈര്യത്തോടു കൂടി ഒരു വലിയ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചത് എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റ അഭിമാനകരമായൊരു നിമിഷമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു വനിതയാണ്. നമ്മുടെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള എത്ര വനിതകളാണ് ഇന്ത്യയിൽ വളരെ സുപ്രധാന പദവികൾ അലങ്കരിക്കുന്നത്. അവരിൽ നിന്നെല്ലാം ഒരുപക്ഷെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ദീപിക ഇത്തരത്തിലുള്ള വളരെ ധീരമായൊരു ചുവടുവെപ്പ് നടത്തിയത്. യുദ്ധം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, അതും ഇറാനെ പോലെ യാതൊരു വ്യവസ്ഥയും പാലിക്കാതെ, മനുഷ്യത്വമോ മര്യാദയോ യുദ്ധ നിയമങ്ങളോ ഒന്നും പാലിക്കാതെ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് വിമാനത്തിൽ പറന്നു ചെന്ന് അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം അതൊരിക്കലും ഒരു ചെറിയ കാര്യമായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ധൈര്യത്തോടെ ആ ഒരു ജോലി ഏറ്റെടുക്കാൻ അവർ കാണിച്ച അവരുടെ അർപ്പണബോധത്തെയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും അഭിനന്ദിക്കുന്നത്. എന്നാൽ തനിക്ക് ലഭിക്കുന്ന ഈ അഭിനന്ദനങ്ങളെയൊക്കെ തന്നെ വളരെ വിനയത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത്. ഏതായാലും ഒരു 23-കാരിയായ വനിതാ പൈലറ്റ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കൈവരിച്ചിരിക്കുന്നത് ഇതൊരു വലിയ നേട്ടമാണ്. ഏതായാലും എല്ലാവരും ദീപികയെ അഭിനന്ദിക്കുകയാണ്. അപ്പോഴൊരു കാര്യം നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും എത്രയോ ഇന്ത്യക്കാർ അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരെത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ അവരുടെ സർവ്വശക്തി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വിമാന സർവീസുകളിൽ ആളെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ദീപികയുടെ ഈ അസാധാരണമായ ചങ്കൂറ്റവും ധൈര്യവും ജോലിയോടുള്ള അർപ്പണബോധവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്.